നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ആ ഒരു 5 ചോദ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കൂ ട്ടോ. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചാൽ വളരെ നല്ലതായിരിക്കും ട്ടോ. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 3 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിന് ഗ്രോസ് മസിൽ ഡെവലപ്മെന്റ് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനമാണ് ഡാഷ്. ഓപ്ഷൻ എ മുത്തുകോർക്കൽ, ബി കടലാസ് മടക്കൽ, സി പന്തെറിയൽ, ഡി ചിത്രം വരയ്ക്കൽ. ഏതായിരിക്കും ആൻസർ? അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോണേക്ക് മുമ്പ് ശിശുവികാസത്തിന്റെ നാഴികക്കല്ലുകൾ പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ് ശിശുവികാസത്തിന്റെ നാഴികക്കല്ലുകൾ? സ്ഥൂലപേശി വികാസം, സൂക്ഷ്മപേശി വികാസം, ഭാഷാപരം, വ്യക്തിപരം, സാമൂഹ്യപരം. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് ശിശു വികാസത്തിൽ ഉള്ളത്. ഏതാണ്? സ്ഥൂലപേശി വികാസം, സൂക്ഷ്മപേശി വികാസം, ഭാഷാപരം, വ്യക്തിപരം, സാമൂഹികം. ഓക്കെ. ഇനി അത് ഓരോ വയസ്സില് 3 വയസ്സില് ഈ വികാസങ്ങൾ എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ ഈ വികാസം എങ്ങനെയാണ് കുട്ടികൾ കാണുക, 4 വയസ്സിൽ എത്രയാണ്, 5 വയസ്സിൽ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ 3 വയസ്സായ കുട്ടികൾക്ക് സ്ഥൂലപേശി വികാസത്തില് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക? അതായത് പടികളൊക്കെ, സ്റ്റെപ്പുകളൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ കഴിയും. അതുപോലെ തന്നെ മുച്ചക്ര വാഹനം, ട്രൈസൈക്കിളൊക്കെ ചവിട്ടും. കുറച്ചു നേരത്തേക്ക് ഒറ്റക്കാലിൽ നിൽക്കാനായിട്ട് കഴിയും. അപ്പൊ കാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ സ്ഥൂലപേശി വികാസത്തിൽ വരുന്നത്. പടികളൊക്കെ ഓടിക്കയറാനും ഇറങ്ങാനും, അതുപോലെ തന്നെ ട്രൈസൈക്കിള്, മുച്ചക്ര വാഹനം ചവിട്ടാനും, കുറച്ചു നേരത്തേക്ക് ഒറ്റക്കാലിൽ നിൽക്കാനൊക്കെ ഈ 3 വയസ്സായ കുട്ടികൾക്ക് സാധിക്കും. ഏത് വികാസത്തിലാണ് വരുന്നത്? സ്ഥൂലപേശി വികാസത്തിലാണ് വരുന്നത്. ഇനി അടുത്തത് സൂക്ഷ്മപേശി വികാസം. സൂക്ഷ്മപേശി വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുകയും കുറുകയും ഉള്ള വരകളൊക്കെ വരയ്ക്കുക, അതുപോലെ തന്നെ വട്ടം വരയ്ക്കുക. ഇതെല്ലാം കുഞ്ഞുങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യും. അതിന് സൂക്ഷ്മപേശി വികാസത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ക്രയോൺസ്, പെൻസിൽ എന്നിവ ഉപയോഗിക്കുന്നു. 10 ക്യൂബുകൾ വരെ അടുക്കുന്നു. ഓക്കെ. ഇനി അടുത്തതാണ് ഭാഷാപരം. ഭാഷാപരമായിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത്? സംസാരശേഷി 10 മടങ്ങ് വർദ്ധിക്കുന്നു അല്ലെ? 3 വയസ്സായ കുട്ടി എന്തായിരിക്കും? നന്നായിട്ട് വർത്താനം പറയും. അതുപോലെ തന്നെ പൂർണ്ണവാക്യങ്ങളിൽ സംസാരിച്ചു തുടങ്ങുന്നു. സ്വന്തം പ്രായവും ലിംഗപദവിയും തിരിച്ചറിയുന്നു. 3 വസ്തുക്കൾ വരെ കൃത്യമായി എണ്ണുന്നു. കഥ കേൾക്കാനും പറയാനും താല്പര്യം കാണിക്കുന്നു. ചിത്രം കാണിച്ച് കഥ പറഞ്ഞു കൊടുക്കുന്നത് പ്രചോദനമാണ്. അപ്പം ഭാഷാപരമായിട്ടുള്ളതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? സംസാരശേഷി 3 വയസ്സാകുമ്പോഴേക്കും നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. സെന്റൻസുകളൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നത്. പൂർണ്ണവാക്യങ്ങൾ സംസാരിക്കുന്നു. അവരുടെ പ്രായവും ലിംഗപദവി, ആണാണോ പെണ്ണാണോ, ഇതെല്ലാം അവര് തിരിച്ചറിയുന്നു. പിന്നെയോ 3 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണുന്നു. കഥ കേൾക്കാനും പറയാനൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരു പ്രായം കൂടിയാണ്. ഇനി അടുത്തത് വ്യക്തിപരം, സാമൂഹികം. സവിശേഷമായ വ്യക്തി കേന്ദ്രീകൃത ചിന്തയും സ്വഭാവവും ഉണ്ടാകും. സമപ്രായക്കാരുടെ കളിപ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് അതുപോലെ തനിയെ കളിക്കുന്നു. വസ്ത്രം അഴിക്കുന്നതിന് പ്രാപ്തനാകുന്നു. കൈ കഴുകുന്നു. തന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കിട്ടാൻ കൂടുതൽ നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്നു. അത് ഹനിക്കപ്പെട്ടാൽ സാഹചര്യം നോക്കാതെ എന്ത് ചെയ്യുന്നു? പ്രതിഷേധിക്കുന്നു. അപ്പം ഈ ഒരു വികാസത്തില് വ്യക്തിപരം, സാമൂഹികപരം, അതിനകത്ത് എന്താണ് അവിടെ വികസിക്കുന്നത്? സവിശേഷമായ വ്യക്തി കേന്ദ്രീകൃത ചിന്തയും സ്വഭാവവും ഉണ്ടാകും. പിന്നെ എന്താണ്? മറ്റു കുട്ടികളുടെ, അതായത് സമപ്രായക്കാരായ കുട്ടികളൊക്കെ അവര് കളിക്കുന്നത് നോക്കിയിട്ട് സ്വയം അതുപോലെ കളിക്കാനായിട്ട് അവര് ശ്രമിക്കും. അതുപോലെ തന്നെ സ്വന്തം വസ്ത്രങ്ങളൊക്കെ അഴിക്കാനൊക്കെ അവർക്ക് ആ ഒരു കഴിവുണ്ടാവും. അതുപോലെ തന്നെ കൈ കഴുകും. തന്റെ ഇഷ്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അവരെന്തായിരിക്കും? പെട്ടെന്ന് തന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചൊക്കെ കരയും. ഓക്കെ. ഇതാണ് 3 വയസ്സായ കുട്ടികൾ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് 4 വയസ്സുകാര്, 4+. അവരുടെ സ്ഥൂലപേശി വികാസം അവിടെ എന്തായിരിക്കും നടക്കുക? വികാസത്തില് ആ ഒരു സ്റ്റേജില് 4 വയസ്സുകാരുടെ ഒറ്റക്കാലിൽ നിൽക്കുന്നു. കത്രിക ഉപയോഗിച്ച് പേപ്പറുകൾ മുറിക്കുന്നു. പന്തെറിയുന്നു. അപ്പൊ എങ്ങനെയാണ്? ഒറ്റക്കാലിൽ നിൽക്കും, കത്രിക ഉപയോഗിച്ച് പേപ്പറുകളൊക്കെ മുറിക്കും,
പന്തെറിയും. ഇതാണ് എന്തില് വരുന്നത്? 4 വയസ്സില് വരുന്നത്, സ്ഥൂലപേശി വികാസത്തില് വരുന്നത്. ഇനി അവര് സൂക്ഷ്മപേശി വികാസത്തിൽ 4 വയസ്സുകാർ എന്ത് ചെയ്യും? ചതുരവും അധിക ചിഹ്നം, അതായത് പ്ലസ് ചിഹ്നവും വരയ്ക്കുന്നു. 2 മുതൽ 4 വരെ അവയവങ്ങളോട് കൂടിയ മനുഷ്യനെ വരയ്ക്കുന്നു. എന്താണ് സൂക്ഷ്മപേശി വികാസത്തിൽ 4 വയസ്സുള്ള കുട്ടികൾ ചെയ്യുക? ചതുരവും അധിക ചിഹ്നവും പ്ലസ് വരയ്ക്കുന്നു. 2 മുതൽ 4 വരെ അവയവങ്ങളോട് കൂടിയ മനുഷ്യനെ വരയ്ക്കുന്നു. ഇനി അവരുടെ ഭാഷാപരമായിട്ടുള്ള വികാസം എന്തായിരിക്കും? 4 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണുന്നു. സ്വന്തം കഥകളിൽ യുക്തിബോധം കടന്നു വരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരേ ചിത്രകഥ തന്നെ വീണ്ടും വീണ്ടും വായിച്ചു കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. എന്തൊക്കെയാണ് ഭാഷാപരത്തിൽ വരുന്നത്? 4 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണും. സ്വന്തം കഥകളിൽ യുക്തിബോധം കടന്നു വരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരേ ചിത്രകഥ തന്നെ വീണ്ടും വീണ്ടും വായിച്ചു കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് വ്യക്തിപരം സാമൂഹികപരം. എന്ത് വരും? സമപ്രായക്കാരുമായി ചേർന്ന് കൊടുക്കൽ വാങ്ങൽ രീതിയിലേക്ക് കളി വളരുന്നു. ചമഞ്ഞുള്ള കളികളിൽ ഏർപ്പെടുന്നു. ടോയ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് ശീലിക്കുന്നു. അപ്പൊ ടോയ്ലറ്റ് ഉപയോഗശീലം ഏത് സമയത്താണ് വന്നത്? 4 വയസ്സ് മുതലാണ്. ഓക്കെ. ഇനി അടുത്തതാണ് 5 വയസ്സുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന്. അവരുടെ സ്ഥൂലപേശി വികാസത്തിൽ വരുന്നതാണ് വള്ളിച്ചാട്ടം ചാടുന്നു. പിന്നെയോ ഇനി സൂക്ഷ്മപേശി വികാസത്തില് ത്രികോണം വരയ്ക്കുന്നു. മനുഷ്യരൂപം പൂർത്തീകരിക്കുന്നു. ചിത്രം വരച്ച് നിറം നൽകൽ പ്രധാന പ്രവർത്തനമാകുന്നു. ചുറ്റുപാടുമുള്ള മനസ്സിൽ തങ്ങിയ കാര്യങ്ങൾ മിഴിവോടെ വരയ്ക്കുന്നു. എന്താണ് സൂക്ഷ്മപേശി വികാസത്തിൽ 5 വയസ്സുകാർ ചെയ്യുക? അവിടെ അവർക്ക് എന്ത് വളർച്ചയാണ് സംഭവിക്കുക? ത്രികോണം വരയ്ക്കുന്നു, മനുഷ്യരൂപം പൂർത്തീകരിക്കുന്നു, പിന്നെയോ ചിത്രം വരച്ച് നിറം നൽകൽ പ്രധാന പ്രവർത്തനമാകുന്നു. ചുറ്റുപാടുമുള്ള മനസ്സിൽ തങ്ങിയ കാര്യങ്ങൾ മിഴിവോടെ വരയ്ക്കുന്നു. ഇനി അവരുടെ ഭാഷാപരമായിട്ടുള്ള വികാസം എന്തായിരിക്കാം? 4 നിറങ്ങൾ വരെ തിരിച്ചറിയുന്നു. 10 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണുന്നു. ചോദ്യം ചോദിക്കൽ സ്വഭാവം മൂർധന്യത്തിലെത്തുന്നു. കഥകൾ യുക്തിസഹമാകുന്നു. സാങ്കല്പിക വായന, എഴുത്ത് എന്നിവ തുടങ്ങുന്നു. എന്തൊക്കെയാണ് ഭാഷാപരമായിട്ടുള്ളത്? 4 നിറങ്ങൾ വരെ തിരിച്ചറിയുന്നു. 10 വസ്തുക്കൾ വരെ കൃത്യമായിട്ട് എണ്ണുന്നു. ചോദ്യം ചോദിക്കൽ സ്വഭാവം മൂർധന്യത്തിലെത്തുന്നു. കഥകൾ യുക്തിസഹമാകുന്നു. സാങ്കല്പിക വായന, എഴുത്ത് എന്നിവ തുടങ്ങുന്നു. ഇനി വ്യക്തിപരവും സാമൂഹികപരമായിട്ടുള്ള എന്തായിരിക്കും അവിടെ വികസിക്കുക? അവർക്ക് സ്വന്തമായി വസ്ത്രം ധരിക്കുകയും അഴിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരോട് താല്പര്യം വർദ്ധിക്കുന്നു. കളിപ്പാട്ടങ്ങൾ പങ്കുവെക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു. പരാതി പറയാനുള്ള പ്രവണത വർദ്ധിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്? സ്വന്തമായിട്ട് അവർ വസ്ത്രം ധരിക്കുകയും അഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെയോ കൂട്ടുകാരോടുള്ള താല്പര്യം, അതായത് കൂടുതൽ മറ്റുള്ള കൂട്ടുകാരോടുകൂടി കളിക്കാനുള്ള ഇഷ്ടം കൂടുന്നു. കളിപ്പാട്ടങ്ങളൊക്കെ പങ്കുവെക്കും. പിന്നെയോ വീട്ടിലുള്ള കാര്യങ്ങള് ചെയ്യുന്നു. പരാതി പറയാനുള്ള പ്രവണത വർദ്ധിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് ശിശുവികാസത്തിന്റെ നാഴികക്കല്ലുകളായ സ്ഥൂലപേശി വികാസം, സൂക്ഷ്മപേശി വികാസം, ഭാഷാപരം, വ്യക്തിപരം, സാമൂഹികം. ഈ 4 സ്റ്റേജില് 3 വയസ്സുകാരും 4 വയസ്സുകാരും 5 വയസ്സുകാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സ്ഥൂലപേശി വികാസത്തിന് അനുഗുണമായ ഒരു അനുഭവ പ്രവർത്തനം ഏതാണെന്ന്. ഏതായിരിക്കും? സ്ഥൂലപേശി വികാസം ആയതുകൊണ്ട് എന്തായിരിക്കും വരിക? മുത്തുകോർക്കലായിരിക്കോ? അത് സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ അതല്ല. കടലാസ് മടക്കല്, അതും സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെയോ പന്തെറിയല്, ഏതായിരിക്കും? പന്തെറിയലായിരിക്കും ആൻസർ അല്ലെ? ചിത്രം വരയ്ക്കൽ എന്തായിരിക്കും? അതും സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, പന്തെറിയലാണല്ലേ ആൻസർ. സ്ഥൂലപേശി വികാസത്തിന് ഉദാഹരണം ഏതാണ്? പന്തെറിയലാണ്. ഓക്കെ. അപ്പൊ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ സൂക്ഷ്മപേശി വികാസത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ അവർക്ക് ആ സൂക്ഷ്മപേശി വികാസത്തിന് അനുഗുണമായ അനുഭവ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയാം. മുത്തു കോർക്കല് പറയാം, കടലാസ് മടക്കല്, അതുപോലെ തന്നെ ചിത്രം വരയ്ക്കല്. ഇത് 3ഉം നമുക്ക് പറയാം അല്ലെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: വൈകാരിക ബുദ്ധിയുടെ, ഇമോഷണൽ ഇന്റലിജൻസിന്റെ സവിശേഷത എന്താണെന്ന്. വൈകാരിക ബുദ്ധിയുടെ സവിശേഷത. ഓപ്ഷൻ ഏതാണ്? സ്വാവബോധം, സെൽഫ് അവയർനെസ്, ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, സാമൂഹ്യ ബോധം, സോഷ്യൽ അവയർനെസ്, ഡി ഇവയല്ല, ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും ആൻസർ?
അപ്പൊ അതിന്റെ ആൻസർ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് പഠിക്കാം? വൈകാരിക ബുദ്ധിയെ കുറിച്ചിട്ടൊന്ന് പഠിച്ചു വെക്കാം അല്ലെ. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കാം. അതിനു മുമ്പ് ചോദിക്കട്ടെ, ആരാണ് വൈകാരിക ബുദ്ധിയുടെ ആള്? ആരാണ്? വൈകാരിക ബുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ ആരെ ഓർക്കണം? ഇമോഷണൽ ഇന്റലിജൻസ് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. 1995 ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെയാണ് ഡാനിയൽ ഗോൾമാൻ വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് എന്ത്? ഇമോഷണൽ ഇന്റലിജൻസ്. 1995 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. വൈകാരിക ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആളാരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കാം സവിശേഷതകള്? വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനമാണ് ഏതൊക്കെ, അല്ലെങ്കിൽ സവിശേഷതകളാണ് ഏതൊക്കെ? സാവബോധം, സെൽഫ് അവയർനെസ്, ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ, ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ, അനുതാപം, എംപതി, സാമൂഹ്യ അവബോധം, സോഷ്യൽ അവയർനെസ്, സാമൂഹ്യ നൈപുണികൾ, സോഷ്യൽ സ്കിൽസ്. ഏതൊക്കെയാണ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകള്? ഒന്നാമത്തെയാണ് സാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ അവബോധം, സാമൂഹ്യ നൈപുണികൾ. 6 പോയിന്റുകൾ. ഏതൊക്കെയാണ്? സാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ അവബോധം, സാമൂഹ്യ നൈപുണികൾ. ഇത് ഓർഡർ തന്നെ പഠിച്ചിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. വൈകാരിക ബുദ്ധിനെ കുറിച്ച് ചോദിക്കും, അതുകൊണ്ട് ഈ പോയിന്റ്സ് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ് സവിശേഷതകൾ എന്നുള്ളത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെയാണ് സ്വാവബോധം അഥവാ സെൽഫ് അവയർനെസ്. എന്തായിരിക്കും സാവബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വന്തം കാര്യങ്ങൾ തന്നെ, സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തര ഫലങ്ങളും തിരിച്ചറിയാനുള്ള വ്യക്തിയുടെ കഴിവാണ് എന്തിൽ വരുന്നത്? സെൽഫ് അവയർനെസ് അഥവാ സ്വാവബോധത്തിൽ വരുന്നത്. സ്വന്തം കാര്യം അത് ഓർത്തിരിക്കുക. സെൽഫ് അവയർനെസ്, നമ്മൾ നമ്മളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ എന്താണ്, അവ മൂലമുണ്ടാവുന്ന അനന്തര ഫലങ്ങൾ എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. പിന്നെന്താണ്? തന്റെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവ്. എനിക്ക് പാടാൻ കഴിയോ, എനിക്ക് പാടാൻ കഴിയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം തുടങ്ങിയവയാണ് എന്തിൽ വരുന്നത്? സ്വാവബോധത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. എന്താണ്? സ്വന്തം വികാരങ്ങളും അവയുടെ അനന്തര ഫലങ്ങളും തിരിച്ചറിയാനുള്ള വ്യക്തിയുടെ കഴിവ്. പിന്നെയോ തന്റെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ്, വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം തുടങ്ങിയവയാണ് എന്തിന്റെ ഭാഗമായിട്ട് വരുന്നത്? സ്വാവബോധത്തിന്റെ അല്ലെങ്കിൽ സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? അടുത്ത സവിശേഷത എന്താണ്? ആത്മനിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ. എന്തായിരിക്കും? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. എന്താണ്? നമുക്ക് അതായത് നമ്മളൊന്ന് എന്താ പറയാ നിയന്ത്രിക്കുക അല്ലെ, ആ കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിനെ നിയന്ത്രിച്ച് നിർത്തുക അല്ലെ. അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും ഉള്ള കഴിവ്. പിന്നെയോ വിശ്വസ്തത, കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്താനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത, പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കാനുള്ള താല്പര്യം എന്നിവയെല്ലാം എന്തിൽ വരുന്നുണ്ട്? ആത്മനിയന്ത്രണത്തില് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആത്മനിയന്ത്രണത്തിന് വരുന്ന കാര്യങ്ങള്? അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. പിന്നെയോ വിശ്വസ്തത, കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്താനും മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളാനും പിന്നെയോ പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കാനുള്ള താല്പര്യം എന്നിവയെല്ലാം എന്തിൽ വരുന്നത്? ആത്മനിയന്ത്രണം അഥവാ സെൽഫ് റെഗുലേഷനിൽ വരുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് ആത്മചോദനം. ആത്മചോദനം അഥവാ സെൽഫ് മോട്ടിവേഷൻ. ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനും തന്റെ പ്രകടനം മെച്ചപ്പെടുത്താനുമുള്ള വ്യക്തിയുടെ അഭിവാഞ്ചയാണ് ഏത്?
ആത്മചോദനത്തിൽ വരുന്നത്. എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക, ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ. നമ്മൾ സ്വയം നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമ്മുടെ കേട്ടറ്റ് എക്സാം തന്നെ അല്ലേ, നമ്മൾ കേട്ടറ്റ് എക്സാം നേടും, നമുക്ക് വേണം, നമ്മൾ വിജയിക്കും. അപ്പൊ അതിനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അഭിപ്രേരണ അല്ലെ, അത് ആണ് പറയുന്നത് എന്ത് ആത്മചോദനത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാനും തന്റെ പ്രകടനം മെച്ചപ്പെടുത്താനും, നമ്മുടെ എക്സാം നമ്മൾ വിജയിക്കും, അതിനുള്ള ഒരു അഭിവാഞ്ച, നമ്മുടെ ആഗ്രഹമാണ് എന്തിൽ വരുന്നത്? ആത്മചോദനത്തില് വരുന്നത്. പിന്നെയോ താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള താല്പര്യവും തിരിച്ചടികളും പരാജയങ്ങളും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള കഴിവും ഇതിന്റെ സവിശേഷതകളാണ്. അപ്പൊ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മുടെ എക്സാമിൽ ഇപ്പൊ ഒത്തിരി പേര് 1, 2, 3 പ്രാവശ്യം എഴുതുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ അവര് നിരാശ വരാതെ മുന്നേറും, വിജയത്തിലേക്ക് എത്തും എന്ന് പതറാതെ, എന്ത് വന്നാലും ഞാൻ ഒരു പ്രാവശ്യം തോറ്റു, അയ്യോ ഞാൻ ഇല്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പുറകോട്ടല്ല പോണം. ഇല്ല, ഞാൻ ജയിച്ചേ പറ്റൂ, ഞാൻ ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറഞ്ഞ് മുന്നേറുക. എന്താണ് അതിൽ വരുന്നത്? അത് ഏത് പോയിന്റിലാണ് വരുന്ന? ആത്മചോദനം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷനിലാണ് വരുന്നത്. എന്താണ്? അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള താല്പര്യവും തിരിച്ചടികളും പരാജയങ്ങളിലും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള കഴിവും എന്തിന്റെ സവിശേഷതയാണ്? ആത്മചോദനം അഥവാ സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമാണ്. ഇനി അടുത്ത 4ാമത്തെ പോയിന്റ് ആണ് അനുതാപം അഥവാ എംപതി. അതിൽ തന്നെയാണ് എന്തും കൂടി വരിക? സാമൂഹ്യ അവബോധം, സോഷ്യൽ അവയർനെസ് കൂടി വരും. എന്തൊക്കെയാണ് അനുതാപം അല്ലെങ്കിൽ സോഷ്യൽ അവയർനെസ്, സാമൂഹ്യ അവബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവ് അല്ലെ. മറ്റുള്ളവര് വിഷമിക്കുന്നത് കാണുമ്പോൾ അവരൊന്ന് സഹായിക്കാനുള്ള ഒരു മനോഭാവം, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? എംപതി അല്ലെങ്കിൽ അനുതാപം അല്ലെങ്കിൽ സാമൂഹ്യ അവബോധത്തിൽ വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം, അതുപോലെ തന്നെ മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമുള്ള സന്നദ്ധത. പിന്നെയോ സമൂഹത്തിന്റെ പൊതുവായ വൈകാരിക അവസ്ഥ, നിലപാടുകൾ തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള കഴിവ്, സാമൂഹ്യ ബന്ധങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള കഴിവും ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് അനുതാപം അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിൽ വരുന്നത്? മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവം ഇടപെടാനുള്ള കഴിവ്. പിന്നെയോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ട് അവരെ സഹായിക്കുകയും അവർക്ക് അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ പ്രകടിപ്പിക്കുന്നു. പിന്നെയോ സമൂഹത്തിന്റെ പൊതുവായ വൈകാരിക അവസ്ഥ, നിലപാടുകൾ തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള കഴിവ്, സാമൂഹ്യ ബന്ധങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള കഴിവും ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് ആണ് സാമൂഹ്യ നൈപുണികൾ അഥവാ സോഷ്യൽ സ്കിൽസ്. എന്തായിരിക്കും സോഷ്യൽ സ്കിൽസ്? മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക അല്ലെ. രാഷ്ട്രീയക്കാരൊക്കെ എങ്ങനെ ചെയ്യാ? നമ്മളെ സ്വാധീനിക്കും അല്ലെ, നമ്മളെ സ്വാധീനിച്ച് അവര് ഓരോ കാര്യങ്ങൾ ചെയ്യും അല്ലെ. അപ്പൊ മറ്റുള്ളവര് സ്വാധീനം ചെലുത്താൻ കഴിയുക. പിന്നെയോ വ്യക്തമായും അനായാസമായും ആശയവിനിമയം ചെയ്യുക, വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുവാനും നയിക്കാനും കഴിയുക, സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക, പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക, സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, പൊതു ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് എന്ത് സാമൂഹിക അല്ലെങ്കിൽ സാമൂഹ്യ നൈപുണ്യയില് വരുന്നത്, സോഷ്യൽ സ്കിൽസില് വരുന്നത്. എന്താണ് സാമൂഹ്യ നൈപുണ്യയില് വരുന്നത്? മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുക, വ്യക്തമായും അനായാസമായും ആശയവിനിമയം ചെയ്യുക അല്ലെ. നമ്മൾ രാഷ്ട്രീയക്കാരെയൊക്കെ ഒന്ന് ഓർത്താൽ മതി അല്ലെ. അതുപോലെ തന്നെ വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കാനും നയിക്കാനും കഴിയുക, സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക, പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക,
സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, പൊതു ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? സാമൂഹ്യ നൈപുണ്യയില് വരുന്നത്. ഇനി ഈ കാര്യങ്ങളെല്ലാം കൂടി, അതായത് വൈകാരിക ബുദ്ധിയുടെ ഈ സവിശേഷതകളെ ഡാനിയൽ ഗോൾമാൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം എന്നിവയെ വ്യക്തിപരമായ പ്രാപ്തികൾ, പേഴ്സണൽ കോമ്പിറ്റൻസ് എന്നും, ഇനി അനുതാപം, സാമൂഹ്യ നൈപുണികൾ എന്നിവയെ സാമൂഹ്യ പ്രാപ്തികൾ അഥവാ സോഷ്യൽ കോമ്പിറ്റൻസ് എന്നിങ്ങനെ രണ്ടായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്താണ്? പേഴ്സണൽ കോമ്പിറ്റൻസിൽ ഏതൊക്കെ വരും? സാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം. ഇനി സോഷ്യൽ കോമ്പിറ്റൻസിൽ ഏത് വരും? അനുതാപം, സാമൂഹ്യ നൈപുണികൾ. ഇത് രണ്ടും വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഏതായിരുന്നു? വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ഇതിനകത്ത് എല്ലാം തന്നെ വരും അല്ലെ. സാവബോധം, ആത്മനിയന്ത്രണം, സാമൂഹ്യ ബോധം, ഇതെല്ലാം തന്നെ വരും. ഇതിനകത്ത് ആരില്ലാത്ത? സെൽഫ് മോട്ടിവേഷനും അതുപോലെ തന്നെ സോഷ്യൽ സ്കില്ലും വന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം തന്നെ വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളാണ്. ആൻസർ ഏതാണ്? അപ്പൊ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്, ഇവയെല്ലാം തന്നെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക. ഓപ്ഷൻ എ പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തിചിന്ത, റിഫ്ലക്സ് പ്രവർത്തനം. ബി റിഫ്ലക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തിചിന്ത. സി മനോവ്യാപാരം, റിഫ്ലക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, യുക്തിചിന്ത. ഡി റിഫ്ലക്സ് പ്രവർത്തനം, മനോവ്യാപാരം, യുക്തിചിന്ത, പ്രതീകങ്ങൾ. ഏതായിരിക്കും ആൻസർ? അപ്പൊ നമുക്ക് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏതൊക്കെയാണ്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ: ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. 4 ഘട്ടങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇങ്ങനെ തന്നെ ഓർഡറിൽ പഠിച്ചിരിക്കണം കേട്ടോ. ഏതൊക്കെയാണ് ഘട്ടം, ഏതൊക്കെയാണ് സ്റ്റേജസ്? ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോ സ്റ്റേജ്. പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. 4മത്തെ ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ചിലപ്പോൾ ഇതിന്റെ ഓർഡറും ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ഓർഡറിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ തെറ്റിച്ചും തരാറുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ട് പഠിക്കുക, ഈ ഓർഡർ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ അതാണ് ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോ സ്റ്റേജ്. അവിടെ പ്രായം വരുന്നത് 2 വയസ്സ് വരെയാണ്. അവിടെ എന്തൊക്കെ സവിശേഷതകളായിരിക്കും വരിക? 2 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കാണിക്കുക? റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടുകളിൽ നിന്നും ഗ്രഹിക്കുന്നു. പിന്നെയോ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു, സംഭവങ്ങൾ ഓർത്തുവെക്കാൻ ആരംഭിക്കുന്നു, വസ്തുസ്ഥൈര്യം, ഒബ്ജക്റ്റ് പെർമിനൻസ് ഈ ഘട്ടത്തിന്റെ അവസാനം മാത്രമേ ആർജിക്കുന്നുള്ളൂ. പിന്നെയോ റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം. ഇപ്പൊ ഇന്ദ്രിയ ചാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? അതിന്റെ ഏജ് ഓർത്തിരിക്കുക. എത്ര വയസ്സ് വരെയാണ്? 2 വയസ്സ് വരെ. എന്തൊക്കെ സവിശേഷതകളാണ്? റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഏതാണ്? റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടുകളിൽ നിന്നും ഗ്രഹിക്കുന്നു. പിന്നെന്താണ്? മറ്റുള്ളവരെ അനുകരിക്കും, സംഭവങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് തുടങ്ങുന്നു, ആരംഭിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇനി അടുത്തതാണ് ഏത്? പ്രാക് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ഏജും ചോദിക്കാറുണ്ട് കേട്ടോ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ പിയാഷെയുടെ ഏത് വൈജ്ഞാനിക വികാസത്തിൽ ഏത് ഘട്ടത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ് ഘട്ടം? പ്രാക് മനോവ്യാപാര ഘട്ടമാണ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പൊ ഏജും അതുപോലെ തന്നെ ഘട്ടവും നമ്മൾ നന്നായിട്ട് പഠിക്കണം, സവിശേഷതയും പഠിക്കേണ്ടതാണ്. പിയാഷെനെ കുറിച്ചിട്ട് എന്തായാലും ചോദിക്കൂ കേട്ടോ. അപ്പൊ എന്താണ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കുട്ടികളെ എന്തൊക്കെ സവിശേഷതകളാണ് കാണിക്കുക? ഭാഷ വികസിക്കുന്നു. ഓർത്തിരിക്കുക, ഭാഷ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ഭാഷ വികസിക്കുന്നു. വസ്തുക്കളെ സൂചിപ്പിക്കാനായിട്ട് പ്രതിരൂപങ്ങൾ, സിംബൽസ് ഉപയോഗിച്ചു തുടങ്ങുന്നു. സ്വന്തം വീക്ഷണകോണുകളിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ഈഗോ സെൻട്രിക് തോട്ട്
കേന്ദ്രീകൃത ചിന്തനം, സെൻട്രിയേഷൻ. ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്നു, ഇറിവേഴ്സിബിലിറ്റി. എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു, അതെന്താണ്? അനിമസം ആണ്. അപ്പൊ എന്താണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സവിശേഷതകൾ എന്താണ്? ഈ പോയിന്റ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഭാഷ വികസിക്കും. പിന്നെയോ വസ്തുക്കളെ സൂചിപ്പിക്കാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? സിംബൽസ്, പ്രതിരൂപങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെയോ കുട്ടികളുടെ കണ്ണിലൂടെ മാത്രം, സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കി കാണുന്നു. അതിനെന്താ പറയുക നമ്മള്? ഈഗോ സെൻട്രിക് തോട്ട്. പിന്നെയോ കേന്ദ്രീകൃത ചിന്തനം, സെൻട്രിയേഷൻ. പിന്നെ എന്താണ്? ഒരു സൈഡിലേക്ക് മാത്രം ചിന്തിക്കുന്നു, ഇറിവേഴ്സിബിലിറ്റി. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറിവേഴ്സിബിലിറ്റി. 4+1 5 കുട്ടിക്കറിയാം. ഇനി 1+4 തിരിച്ചെഴുതിയാലോ? ചിലപ്പോൾ കുട്ടിക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഒരു സൈഡിലേക്ക്, ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാനായിട്ട് കഴിയുന്നു, അതാണ് ഏത്? ഇറിവേഴ്സിബിലിറ്റി. എല്ലാ വസ്തുക്കളെയും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു. അതിനെ നമ്മൾ എന്ന് വിളിക്കുന്ന അനിമസം. കുട്ടികള് ഈ പാവക്കുട്ടിയോടൊക്കെ വർത്താനം പറയണില്ലേ, ടെഡി ബിയർ എന്നൊക്കെ ഒരു വർത്താനം ഉദാഹരണമാണ്, അനിമസത്തിനുള്ള ഉദാഹരണമാണ്. എല്ലാ വസ്തുക്കൾക്കും എന്താണ് കുട്ടികൾ വിചാരിക്കുന്നത്? ജീവൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതും ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായിട്ട് കുട്ടി കരുതുന്ന പ്രായം ഏതാന്ന് ചോദിച്ചാൽ 2 വയസ്സ് മുതൽ 7 വയസ്സുള്ള പ്രായം. അത് ഏത് ഘട്ടത്തിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്മനോവ്യാപാര ഘട്ടത്തിൽ വരും. ഇനി അതിനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തെന്ന് പറയുന്നത്? ആ ഒരു വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്ന് കുട്ടികള് പറയുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? അനിമസം എന്നാണ് കേട്ടോ. ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾ അങ്ങനെ വിചാരിക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? അനിമസം എന്ന് പറയുന്നത്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതാണ് 3ാമത്തെ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്നും കൂടി പറയൂ കേട്ടോ. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അല്ലെങ്കിൽ എന്നും കൂടി പറയാം വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്നും കൂടി പറയാം. ഏജ് എത്രയായിരിക്കും? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. ഇനി ആ വയസ്സുകാരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? തന്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെ കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കാൻ കഴിയുന്നു. പിന്നെയോ ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. പ്രത്യാവർത്തനത്തിനുള്ള, അതായത് റിവേഴ്സിബിലിറ്റിക്കുള്ള കഴിവ് ആർജിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവ മനസ്സിലാക്കുന്നു. അപ്പൊ മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം ഏതാണ് ഏജ് വരുന്നത്? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. ഇനി എന്തൊക്കെയാണ് അവിടുത്തെ സവിശേഷതകള്? തന്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെ കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കുന്നു. ആ വാക്ക് ഓർത്തിരിക്കുക, യുക്തിപൂർവം ചിന്തിക്കുന്നു. പിന്നെയോ ചിന്തയില് സ്ഥിരത ആർജിക്കുന്നു. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. പിന്നെയോ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവ മനസ്സിലാക്കുന്നു. റിവേഴ്സിബിലിറ്റിക്കുള്ള അല്ലെങ്കിൽ പ്രത്യാവർത്തനത്തിനുള്ള കഴിവും ആർജിക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേജ് ആണ് ഏത്? ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സ് മുതലാണ് കൗമാരവും അതിനുശേഷവും. അവിടെ എന്തൊക്കെയാണ് വരുന്നത്? പരകൽപ്പനകൾ. ഏതാണ് പരികൽപ്പനകൾ? ഹൈപ്പോത്തസിസ് രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു. ആ വാക്ക് ഓർത്തിരിക്കണം, അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു. പല വീക്ഷണകോണുകളിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വതബോധം എന്നിവയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. അപ്പൊ ഏതാണ് 4ാമത്തെ സ്റ്റേജ്? ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സിന് മുകളിലേക്കുള്ളതാണ്. ഇനി അവിടുത്തെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്ന കാലം ഏതാണെന്ന് ചോദിച്ചാൽ 11 വയസ്സിന് മുകളിൽ. പിയാഷയുടെ ഏത് ഘട്ടത്തിൽ വരുമെന്ന് ചോദിച്ചാൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം.
ഓക്കെ. പിന്നെയോ പല വീക്ഷണകോണുകളിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വതബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. ഇതാണ് മൂന്നല്ല 4 സ്റ്റേജസുകൾ. ഇന്ദ്രിയജാല ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ട് പോണേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വേഗം. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ബി ആണല്ലേ. റിഫ്ലക്സ് പ്രവർത്തനം അല്ലെ. 2 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്തായിരിക്കും? റിഫ്ലക്സുകളും സംവേദനം, ചലനം തുടങ്ങിയുള്ള ചുറ്റുപാടുകളിൽ നിന്നും ഗ്രഹിക്കുന്നു. അപ്പൊ ആദ്യത്തെ റിഫ്ലക്സ്. പിന്നെ തൊട്ടടുത്ത സ്റ്റേജ് ഏതാണ്? പ്രതീകങ്ങൾ മനസ്സിലാക്കുന്നു, സിമ്പിൾസ്. അത് കഴിഞ്ഞിട്ടോ മനോവ്യാപാരം, ഓപ്പറേഷൻസ്. പിന്നെയോ യുക്തിചിന്ത, ഈ റീസണിങ്. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. റിഫ്ലക്സ് പ്രവർത്തനം, പ്രതീകങ്ങൾ, മനോവ്യാപാരം, യുക്തിചിന്ത. ഇതാണ് പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഏതു തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? ഓപ്ഷൻസ് എ പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ്, നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്, ക്ലിനിക്കൽ രീതി, ക്ലിനിക്കൽ മെത്തേഡ്, സർവേ രീതി, സർവേ മെത്തേഡ്. ഏതായിരിക്കും റോഷാസ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്? ഏതാണ് ആൻസർ? ആൻസർ പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ് ആണ് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. അപ്പം ഇനി മറ്റു പ്രധാനപ്പെട്ട വിക്ഷേപണ തന്ത്രങ്ങൾ ഏതൊക്കെയായിരിക്കാം? തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ടാറ്റ്. പിന്നെയോ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, SCT. പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, WAT. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, CAT, CAT. പിന്നെ ഏതാണ്? പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്, PSI. ഒന്ന് ശ്രദ്ധിച്ചിരിക്കാട്ടോ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വിക്ഷേപണ തന്ത്രങ്ങൾ? റോഷാസ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് 6 ഉണ്ട്. റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. പിന്നെ ഏതാണ്? പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്, PSI. ജസ്റ്റ് അതിനെ കുറിച്ചിട്ടൊന്ന് നമുക്ക് പഠിച്ചു പോവാം. റോഷാസ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഹെർമൻ റോഷയാണ് ആവിഷ്കരിച്ചത്. അതിനകത്ത് ഒരു 10 കാർഡ് ഉണ്ട്. 5 എണ്ണം കറുപ്പും വെള്ളയും, 5 എണ്ണം വിവിധ നിറത്തിലുള്ളതാണ്. ഇത് എന്തുപോലെ തോന്നുന്നു? ഇത് എന്തായിരിക്കും? എന്നീ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിന് ഉത്തരം പറയണം. പിന്നെയോ നൽകുന്ന പ്രതികരണം, എടുക്കുന്ന സമയം എന്നതിനനുസരിച്ച് വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നു. വ്യക്തിത്വ വ്യതിയാനങ്ങൾ കണ്ടെത്താനായിട്ടാണ് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ആരാണ് ആവിഷ്കരിച്ചത്? ആരാണ് കൊണ്ടുവന്നത്? ഹെർമൻ റോഷയാണ്. പിന്നെ അതിനകത്ത് ഒരു 10 കാർഡ് ഉണ്ട്. 5 കാർഡ് കറുപ്പും വെള്ളയാണ്, 5 എണ്ണം വിവിധ നിറത്തിലുള്ളതാണ്. എന്നിട്ട് ഈ കാർഡ് കാണിച്ചിട്ട് എന്ത് ചോദിക്കും? ഇത് എന്തുപോലെ തോന്നുന്നു? ഇത് എന്തായിരിക്കും? ഇതൊക്കെ അതിനകത്ത് ചോദിക്കും. അപ്പൊ അതിനുള്ള പ്രതികരണങ്ങൾ നോക്കിയിട്ടാണ് വിദഗ്ധര് വ്യാഖ്യാനിക്കുന്നത്. വ്യക്തിത്വ വ്യതിയാനങ്ങൾ കണ്ടെത്താനാണ് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. വ്യക്തിത്വ വ്യതിയാനങ്ങൾ കണ്ടെത്താനാണ് റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് സഹായിക്കുന്നത്. അടുത്തതാണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ടാറ്റ്. ടാറ്റിന്റെ ഫുൾ ഫോം ചോദിക്കാം അല്ലെ. TAT, ടാറ്റിന്റെ ഫുൾ ഫോം എന്താണ്? തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ആരാണ് കൊണ്ടുവന്നത്? മുറെ ആൻഡ് മോർഗൻ. ആരാണ്? 1935 മുറെ ആൻഡ് മോർഗൻ ആണ് ടാറ്റ് ആവിഷ്കരിച്ചത്. ഓർത്തിരിക്കാം. തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടാറ്റിന്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ആരാണ് കൊണ്ടുവന്നതെന്നും ചോദിക്കാറുണ്ട്. ആരാണ് കൊണ്ടുവന്നത്? മുറെ ആൻഡ് മോർഗൻ. വളരെ വ്യാപകമായി ഗവേഷണ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നു. ഇതില് 30 കാർഡാണ് ഉള്ളത്. മനുഷ്യരൂപങ്ങളുടെ ചിത്രങ്ങളാണ് നൽകുക. 10 കാർഡ് എല്ലാവർക്കും പൊതുവായിട്ട് നൽകും. 10 എണ്ണം സ്ത്രീകൾക്ക് മാത്രമായിട്ടും ബാക്കി 10 എണ്ണം പുരുഷന്മാർക്ക് മാത്രമായും നൽകും. നൽകുന്ന സന്ദർഭത്തെ ആധാരമാക്കി ഒരു കഥ വികസിപ്പിക്കാൻ ആവശ്യപ്പെടും. ഇപ്പോൾ എന്ത് കാണുന്നു? എങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഭാവിയിൽ എന്ത് സംഭവിക്കും? എന്നിങ്ങനെ വിവരിക്കാനായിട്ട് ചോദിക്കും. പരീക്ഷകന്റെ സ്വഭാവ സവിശേഷതകൾ കഥാസന്ദർഭവുമായി സാമ്യത പുലർത്തും. ഇതിനകത്ത് തിമാറ്റിക് അപ്പർസെപ്ഷൻ എന്താണ്, ആരാണ് കൊണ്ടുവന്നത്, ഇത് രണ്ടും മെയിനായിട്ട് ഓർത്തിരിക്കുക. ടാറ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് മുറെ ആൻഡ് മോർഗൻ ആണ് ടാറ്റ് ആവിഷ്കരിച്ചത്.
അടുത്ത മൂന്നാമത്തെ വിക്ഷേപണ തന്ത്രമാണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, SCT. സെന്റൻസ് എസ്, കംപ്ലീഷൻ സി, ടെസ്റ്റ് SCT. റോട്ടർ ഇൻകംപ്ലീറ്റ് ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നു. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റിന് എന്തെന്ന് പറയുന്നു? റോട്ടർ ഇൻകംപ്ലീറ്റ് ടെസ്റ്റ് എന്നും പറയുന്നു. റോട്ടർ ഇൻകംപ്ലീറ്റ് സെന്റൻസ് ബ്ലാങ്ക്, റോട്ടർ ISB എന്നും പറയുന്നു. അപ്പൊ 3 പേരിൽ അറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, റോട്ടർ ഇൻകംപ്ലീറ്റ് ടെസ്റ്റ്, റോട്ടർ ഇൻകംപ്ലീറ്റ് സെന്റൻസ് ബ്ലാങ്ക് ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നു. 1950-ലാണ് വികസിപ്പിച്ചത്. ഇനി ഈ ടെസ്റ്റ് എങ്ങനെയാണ് നടത്തുന്നത്? അപൂർണമായ വാചകങ്ങൾ നൽകും. സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക, ആ വാക്കി തന്നെ ഉണ്ടല്ലേ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. സെന്റൻസ് പകുതി തന്നിട്ട് ബാക്കി എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം ഉദാഹരണമായിട്ട് പറയാം, എനിക്ക് താല്പര്യമുള്ളത് ഡാഷ് കംപ്ലീറ്റ് ചെയ്യണം, എന്റെ മാതാപിതാക്കൾ ഡാഷ് കംപ്ലീറ്റ് ചെയ്യണം. ഇതാണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റിന് ഉദാഹരണം. അപ്പൊ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? റോട്ടർ ഇൻകംപ്ലീറ്റ് ടെസ്റ്റ്, റോട്ടർ ഇൻകംപ്ലീറ്റ് സെന്റൻസ് ബ്ലാങ്ക് എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നു. എന്താണ്? പെട്ടെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പൂരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടും. ഒരു അപൂർണമായിട്ടുള്ള ഒരു വാചകം തന്നിട്ട് പെട്ടെന്ന് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടും. ഇതാണ് ഈ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. അടുത്തതാണ് വാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വാറ്റ്, WAT, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ആരാണ് കൊണ്ടുവന്നത്? CG യുങ് ആണ്. CG യുങ്. വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി CG യുങ് ആവിഷ്കരിച്ചതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. CG യുങ് അതിന്റെ ഫുൾ ഫോം ഇതാണ്, കാൾ ഗുസ്താവ് യുങ്. യുങ്ങിന്റെ സ്പെല്ലിംഗ് JUNG ആണ് കേട്ടോ, JUNG, യുങ്. നിരവധി പദങ്ങൾ കാണിക്കുകയോ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യും. ഓരോന്നിനോടും ബന്ധപ്പെട്ട പദങ്ങൾ നൽകിയിട്ടുള്ള പദക്കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്നു. വൈകി വരുന്ന പ്രതികരണങ്ങൾ വ്യക്തിയുടെ കോംപ്ലക്സുകളായോ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളായോ സൂചിപ്പിക്കുന്നു. ഈ ശോധകത്തിന്റെ അടിസ്ഥാനത്തിൽ യുങ് വ്യക്തിത്വത്തെ അന്തർമുഖൻ ഇൻട്രോവേർട്ട്, ബഹിർമുഖൻ എക്സ്ട്രോവേർട്ട്, ഉഭയമുഖൻ ആംബിവേർട്ട് എന്നിങ്ങനെ വിഭജിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കാം. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് വാറ്റ് CG യുങ് ആണ് കൊണ്ടുവന്നത്. അദ്ദേഹം ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ടാണ് ഒരു വ്യക്തിയെ അന്തർമുഖനാണോ ബഹിർമുഖനാണോ ഉഭയമുഖൻ ആണോ എന്നിങ്ങനെ തരംതിരിക്കുന്നത്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. ഓക്കെ, ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? നിരവധി പദങ്ങൾ കാണിക്കുകയോ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യും. എന്നിട്ടോ ഓരോന്നിനോടും ബന്ധപ്പെട്ട പദങ്ങൾ നൽകിയിട്ടുള്ള പദക്കൂട്ടത്തിൽ നിന്നും തെരഞ്ഞെടുക്കുന്നു. വൈകി വരുന്ന പ്രതികരണങ്ങൾ വ്യക്തിയുടെ കോംപ്ലക്സുകളെയോ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളെയോ സൂചിപ്പിക്കുന്നു. ഈ ഒരു ശോധകത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുങ് വ്യക്തിത്വത്തെ എന്തൊക്കെയായിട്ട് തിരിച്ചിരിക്കുന്നത്? അന്തർമുഖൻ, ബഹിർമുഖൻ, ഉഭയമുഖൻ എന്നിങ്ങനെ വിഭജിച്ചേക്കുന്നത്. ഇനി അടുത്തതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, CAT. ഇമ്പോർട്ടന്റ് ആണ്, CAT, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ലിയോപോൾഡ് ബെല്ലാക് വികസിപ്പിച്ചത്. ആരാണ്? ബെല്ലാക്കിന്റെ ആണ് CAT. 1949-ലാണ് വികസിപ്പിച്ചത്. 3 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്. 3 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ആരാണ് ആവിഷ്കരിച്ചത്? ലിയോപോൾഡ് ബെല്ലാക്. ബെല്ലാക്കിന്റെ ആണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓക്കെ, മൃഗങ്ങൾ ഉൾപ്പെട്ട പ്രത്യേക സന്ദർഭങ്ങളോ മൃഗങ്ങളുടെ രൂപങ്ങൾ തന്നെയോ ചിത്രീകരിക്കുന്ന 10 കാർഡുകളാണ് ഉണ്ടാകുക. കഥകൾ രചിക്കാൻ പരീക്ഷകനോട് ആവശ്യപ്പെടും. കുട്ടിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്, PSI, പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്. മോർഗനും ഗെയറും ചേർന്ന് 1956-ൽ വികസിപ്പിച്ചെടുത്തു. മോർഗനും ഗെയറും ചേർന്ന് 1956-ൽ വികസിപ്പിച്ചു. 10 കാർഡുകളുണ്ട്. അമ്മയും മകനും അടങ്ങുന്ന വീട്ടിലെ സംഘർഷ സാഹചര്യങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും നൽകുന്നു. കുട്ടിയോട് സാഹചര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടും. കുട്ടിയുടെ അനുഭവ സന്ദർഭങ്ങളും പ്രതിഫലിക്കും.
പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ PSI എന്താ വരുന്നത്? അമ്മയും മകനും അടങ്ങുന്ന വീട്ടിലെ സംഘർഷ സാഹചര്യങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും നൽകുന്നു. എന്നിട്ട് എന്ത് പറയും? കുട്ടിയോട് സാഹചര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് ആവശ്യപ്പെടും. കുട്ടിയുടെ അനുഭവ സന്ദർഭങ്ങളും പ്രതിഫലിക്കും. അപ്പൊ ഇതാണ് പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്. അപ്പൊ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിക്ഷേപണ തന്ത്രങ്ങൾ അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്? ഏതൊക്കെയാണ്? റോഷ സിംഗുലാരിറ്റി ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പിന്നെയോ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്. ഓക്കെ, പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം. ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻസ്: എ ജീൻ പിയാഷെ, ബി നോം ചോസ്കി, സി വൈഗോസ്കി, ഡി BF സ്കിന്നർ. ആരായിരിക്കും വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞത്? ആരായിരിക്കും? ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, BF സ്കിന്നർ ആണ്. ഏതാണ്? BF സ്കിന്നർ ആണ്. അപ്പൊ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് സ്കിന്നറുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെയാണ് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതൊന്ന് നോക്കി വെക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടില് കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? നമ്മൾ സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, അവർ സംസാരിക്കാൻ തുടങ്ങാതെ തന്നെ അവർ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ കാണുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കട്ടെ, അങ്ങനെ അമ്മാന്ന് ഫുള്ളായിട്ട് വിളിക്കില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ശബ്ദം അവർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് നല്ല സന്തോഷം തോന്നും അല്ലെ? അവര് കോരിയെടുക്കും, അവർക്ക് എന്ത് ചെയ്യും? ഉമ്മ കൊടുക്കും അല്ലെ? കുഞ്ഞുങ്ങളെ പിടിച്ച് ഉമ്മ കൊടുക്കും. മിടുക്കനാണ്, അമ്മാന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളോട് ചോദിക്കും അല്ലെ? അമ്മ എന്തായിരിക്കും അവിടെ വിചാരിക്കുന്നത്? കുട്ടി അമ്മ എന്ന് പറയാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഈ ചിരിയും ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ കുഞ്ഞിന് എന്ത് തോന്നും? ഇത് വീണ്ടും ആവർത്തിക്കാനായിട്ട് തോന്നും അല്ലെ? അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു പ്രവണത കുഞ്ഞ് കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും പിന്നെയും എന്താ പറയാ, നമ്മുടെ സന്തോഷം കൊണ്ട് കുഞ്ഞിനെ ഒരുപാട് എന്താ പറയാ കോരിയെടുക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യും. മാത്രല്ല അമ്മ എന്നുകൂടി പറഞ്ഞു കൊടുക്കും, വീണ്ടും വീണ്ടും പറയാനായിട്ട് കുട്ടി എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നത് എന്ന് ആര് പറയുന്നത്? BF സ്കിന്നർ പറയുന്നത്. എന്താണ് ആ വാക്ക്? ഓർത്തിരിക്കാത്ത വേർഡ്സുകൾ ഏതൊക്കെയാണ്? ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നത്. എങ്ങനെയാണ്? ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നതെന്ന് ആര് പറഞ്ഞത്? നമ്മുടെ സ്കിന്നർ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ കുഞ്ഞ് വീണ്ടും പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അമ്മ എന്താണ്? ചോദനം മൂലമാണ് അമ്മ വീണ്ടും വീണ്ടും പറയാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലെ? ചോദനം മൂലമാണ് കുഞ്ഞ് വീണ്ടും പ്രതികരിക്കുന്നത് അല്ലെ? പ്രതികരണത്തിനുള്ള പ്രബലനം ചെയ്യപ്പെടുന്നത് അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ചോദനം മൂലമാണ്. അതുകൊണ്ട് ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്. എന്താണ്? ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്. മറ്റേതൊരു ചേഷ്ടയെയും പോലെ പ്രവർത്തനാനുബന്ധനം വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞേ? ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്, വെർബൽ ബിഹേവിയർ ആണ്. മറ്റേതൊരു ചേഷ്ടയെയും പോലെ പ്രവർത്തനാനുബന്ധനം, ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത്. അപ്പൊ ഇവിടെ വെർബൽ ബിഹേവിയർ അല്ലെങ്കിൽ വാചിക ചേഷ്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരെ ഓർത്തോളണം? നമ്മുടെ സ്കിന്നർ ഓർത്തോളണം. കുഞ്ഞിന്റെ പറച്ചില്, കുഞ്ഞ് എങ്ങനെയാണ് പറയാൻ തുടങ്ങുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം. ഈ ഒരു കഥ പെട്ടെന്ന് തന്നെ ഓർത്തോളണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, പദങ്ങൾ, വാക്യങ്ങൾ എന്നിവയെ പ്രബലനം ചെയ്യുക വഴി ഭാഷയുടെ അംഗീകൃതമായ ഉയർന്ന തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാം. സമ്മാനം, ശിക്ഷ തുടങ്ങിയ പ്രബലനങ്ങളും കുട്ടിയുടെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്.
എന്താണ്? കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, പദങ്ങൾ, വാക്യങ്ങൾ എന്നിവയെ പ്രബലനം ചെയ്യിക്കുക വഴി ഭാഷയുടെ അംഗീകൃതമായ ഉയർന്ന തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കാം. സമ്മാനം, ശിക്ഷ തുടങ്ങിയ പ്രബലനങ്ങളും കുട്ടിയുടെ ഭാഷാ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വെറും 5 ചോദ്യങ്ങളാണ് പഠിച്ചതെങ്കിലും ഇതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കൂട്ടുകാർ പറയണം കേട്ടോ. എങ്കിലാണ് ഇതുപോലത്തെ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും ഇടാനായിട്ട് എനിക്കും പ്രചോദനം ആകുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റു കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.